5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ യൂണിറ്റാണ് സെലസ്റ്റിയൽ ഷാഡോ സൈറ്റ്സ്. ഈ പാഠഭാഗത്തിലേക്ക് പോകാം. നമ്മുടെ ചുറ്റും എന്താണ്, ലൈറ്റിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോ സാധനങ്ങളും കാണാൻ കഴിയുന്നത് അല്ലേ. ഓരോ ഒബ്ജക്റ്റുകളും നമ്മുടെ ചുറ്റിലുള്ളത് കാണാൻ കഴിയുന്നത് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. പകൽ സമയത്താണെങ്കിൽ നമുക്ക് സൂര്യൻ്റെ വെളിച്ചമുള്ളത് കൊണ്ടെന്നാണ് കാണാൻ കഴിയും. അതുപോലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റ് യൂസ് ചെയ്യും. അങ്ങനെ ലൈറ്റ് ഈസ് എസെൻഷ്യൽ ടു സീ ഒബ്ജക്റ്റ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ലൈറ്റ് നമുക്ക് എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈറ്റ് ഇല്ലാതെ നമ്മളെ ഒരു സിറ്റുവേഷന് നമുക്ക് ആലോചിക്കാൻ തന്നെ കഴിയില്ല അല്ലേ. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അമ്മു ഈസ് ട്രൈങ് ടു വ്യൂ ദ ലൈറ്റ് എമിറ്റഡ് ബൈ എ ബേണിംഗ് കാൻഡിൽ കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ബൈ അറേഞ്ചിങ് 3 cards. കാൻഡിൽ കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്, 3 കാർഡുകൾ അതിന് ബാക്കിലായിട്ട് വെച്ചിട്ടുണ്ട്. അമ്മു എന്താ ചെയ്യുന്നത്, ഓരോ കാർഡും ഇങ്ങനെ നീക്കുന്ന സമയത്ത് ലൈറ്റ് റേ കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. എല്ലാ കാർഡും വ്യത്യസ്ത രീതിയിൽ വെക്കുന്ന സമയത്ത് എന്താണ്, ലൈറ്റ് റേ നമുക്ക് കാണാൻ കഴിയില്ല. അതിന് പകരം ഒരേ പൊസിഷനിൽ കാർഡ് സ്ട്രെയിറ്റ് ആയിട്ട് ലൈറ്റിന് മുൻപിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുക, ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പാസ് ചെയ്യുള്ളൂ. അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കുറേ ഇൻസിഡൻറ്റ് കാണുന്നുണ്ട്. ഒരു രാത്രിയിൽ നമ്മൾ ടോർച്ച് അടിക്കുന്ന സമയത്ത് ടോർച്ചിൽ വരുന്ന ലൈറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈറ്റല്ല മൂവ് ചെയ്യുന്നത്. അതുപോലെ നമ്മളൊരു വെഹിക്കിൾ, ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വേറൊരു വണ്ടി നമ്മുടെ ഓപ്പോസിറ്റ് വരുമ്പോൾ അതിൽ നിന്നുള്ള ലൈറ്റ് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്, അല്ലാതെ വളഞ്ഞിട്ടാണ് പോകുന്നത് അല്ല. അപ്പം ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുക. ഇതാണ് ഈ എക്സ്പെരിമെൻറ്റിലൂടെ അമ്മു കാണിച്ചു തരുന്നത്. നമ്മൾ പറഞ്ഞു ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പാസ് ചെയ്യുള്ളൂ. ഇനി സബ്സ്റ്റൻസസ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ടു ദ ആൻഡ് ദോസ് വിച്ച് ഡു നോട്ട്. ചില സാധനങ്ങൾ ലൈറ്റിനെ കടത്തിവിടും, ചില സാധനങ്ങൾ എന്താണ് ലൈറ്റിനെ കടത്തിവിടില്ല. അതെന്താന്ന് നോക്കാം. ഒബ്ജക്റ്റ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ടു ദം കംപ്ലീറ്റ്ലി ആർ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്. ഏതെങ്കിലും ഒരു വസ്തു ലൈറ്റിനെ മുഴുവനായിട്ട് കടത്തി വിടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്നാണ് പറയാം. അതിന് എക്സാമ്പിൾ ആരൊക്കെയാണ്, എയർ, വാട്ടർ, ലെൻസ്, ഗ്ലാസ്, ഡയമണ്ട്, ഇതൊക്കെ എന്താണ് ഇതിന് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിന് എക്സാമ്പിളാണ്. ഇനി ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ടു ദം ആർ ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് തീരെ പാസ് ചെയ്യാൻ അനുവദിക്കാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആരാ, സിമെൻറ്റഡ് വാളാണ്. കാർഡ്ബോർഡ് പീസ്, ബുക്ക്, വാള്, അതുപോലെ മെറ്റല്, അലൂമിനിയം, പിന്നെ ചില പ്ലാസ്റ്റിക്കുകളൊന്നും എന്താണ് ലൈറ്റിനെ കടത്തിവിടാൻ അനുവദിക്കില്ല. ഒബ്ജക്റ്റ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം പാർഷ്യലി ആർ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. ഇനി ലൈറ്റിനെ ചെറുതായിട്ട് കടത്തി വിടുന്ന ഒബ്ജക്റ്റുകളെ നമ്മൾ എന്താ പറയും, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആരൊക്കെയാണ്, സ്റ്റെയിൻഡ് ഗ്ലാസ്, ലാംപ് ഷെയ്ഡ്, വെജിറ്റബിൾ ഓയിൽ, സൺഗ്ലാസ്, പ്ലാസ്റ്റിക് എക്സെട്ര. നെക്സ്റ്റ് ടോപ്പിക്ക് ഷാഡോസ് ആണ്. എങ്ങനെയാണ് ഈ ഷാഡോസ് ഫോം ചെയ്യുന്നത്? അതിനു മുൻപ് നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞു. ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റുകളിലേക്കൊക്കെ നമ്മൾ ലൈറ്റ് അടിക്കുന്ന സമയത്ത് എന്താണ്, അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഷാഡോ, നിഴലുകളായിട്ട് മാറും. അങ്ങനെയാണ് നിഴലുകൾ രൂപീകരിക്കപ്പെടുന്നത്. ഈ ഒപ്പാക്ക് ഒബ്ജക്റ്റിനെ വെച്ചിട്ട് നമുക്ക് കുറേ ഡേ ടു ഡേ ലൈഫിൽ കുറേ യൂസസ് ഉണ്ട്. ഒന്നാമത്തേത് എന്താണ്, ഒരു സിമെൻറ്റഡ് വാള് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നോയ്സ് പ്രിവെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ എമിഷൻ തടയാൻ കഴിയും. ഇങ്ങനെയൊക്കെ കുറേ യൂസസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ചിത്രം കാണാൻ കഴിയില്ലേ? ആ ചിത്രത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. സൂര്യപ്രകാശം ഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് വീഴുകയാണ് അല്ലേ. അതിലൊരു സമയം നമുക്ക് വെളിച്ചമുള്ളതായിട്ടും ഒരു സമയം നമുക്ക് ഇരുണ്ടതായിട്ടാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു. ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്റ്റുകളെ നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയും. ഭൂമി ഒപ്പാക്ക് ഒബ്ജക്റ്റാണ്.
അതുകൊണ്ട് തന്നെ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് ഭൂമിയുടെ ഒരു ഭാഗത്ത് മാത്രമേ എന്താവുള്ളൂ, ലൈറ്റ് പതിക്കുള്ളൂ. ആ ഭാഗം നമുക്ക് ഡേ ടൈം ആയിട്ടാണ് കാണാം. അതേസമയം മറ്റേ ഭാഗത്ത് എന്താണ്, ലൈറ്റ് പതിക്കില്ല, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ലൈറ്റ് പതിച്ചിട്ടുണ്ടാവില്ല. ആ സമയം നമുക്ക് ഡാർക്കായിട്ടായിരിക്കും കാണാം. ഇതാണ് പറയുന്നത്. The side opposite the portion where light fall appears dark because the earth is opaque. എർത്ത് ഒപ്പാക്ക് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഭാഗത്ത് എന്താണ്, ഡാർക്ക് കളറായിട്ട് ഉണ്ടാവും. For the same reason it is dark at night since the earth being opaque. നമുക്ക് എർത്ത് ഒപ്പാക്ക് ആയതുകൊണ്ടാണ് എന്ത്, നമുക്ക് രാത്രി കിട്ടുന്നത്. എങ്ങനെയും കൂടി എന്താണ്, 2 തരത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, 2 തരം എക്ലിപ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും. അതിനു മുന്നേ എക്ലിപ്സ് എന്താണെന്ന് പറയാം. നമ്മുടെ സെലസ്റ്റിയൽ ബോഡീസ് ഏതെങ്കിലും ഒന്ന് വേറൊരു സെലസ്റ്റിയൽ ബോഡീനെ മറയ്ക്കാനോ അതിൻ്റെ ദൃശ്യത കുറയ്ക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മൾ എക്ലിപ്സ് നടക്കുക എന്ന് പറയാം. ഒരു എക്സാമ്പിൾ, മൂണിൻ്റെ കാണാതാവുക അല്ലെങ്കിൽ മൂണിനെ പാർഷ്യലായിട്ട് കാണാം. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മളത് എക്ലിപ്സ് എന്ന് പറയാം. സണ്ണ്, മൂണ്, എർത്ത് ഇത് മൂന്നും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോഴാണ് എക്ലിപ്സ് നടക്കുക. When the moon comes between earth and the sun in a straight line, മൂണ് എർത്തിൻ്റെയും സണ്ണിൻ്റെയും നടുവിലായിട്ട് സ്ട്രെയിറ്റ് ലൈനിലായിട്ട് നിൽക്കുന്ന സമയത്ത് the earth comes in the shadow of the moon. എർത്തിൽ പതിയുന്നത് എന്താണ്, മൂണിൻ്റെ നിഴലായിരിക്കും. Then the shadow of the moon falls on earth. അങ്ങനെ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിയും. The sun cannot be seen from the area where the shadow falls. ആ നിഴൽ വീണ പ്രദേശത്ത് സൂര്യനെ നമുക്ക് കാണാൻ കഴിയില്ല, സൂര്യൻ്റെ വെളിച്ചം അനുഭവിക്കാൻ കഴിയില്ല. ഇതിനാണ് നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെയും ഭൂമിയുടെയും നടുവിൽ മൂണ് വരുന്ന സമയത്ത് സൂര്യൻ്റെ മുമ്പിൽ ആരാ നിൽക്കുന്നത്, മൂണാണ്. ഈ മൂണ് സൂര്യനെ മറയ്ക്കും, 2 മുന്നിലല്ല നിൽക്കുന്നത്. ആ സമയത്ത് എർത്തിൽ നിന്ന് നോക്കുന്ന ആൾക്ക് സൂര്യനെ കാണാൻ കഴിയില്ല. അതിനെയാണ് നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇനി സോളാർ എക്ലിപ്സ് 3 തരത്തിലുണ്ട്. ടോട്ടൽ സോളാർ എക്ലിപ്സ്, പാർഷ്യൽ സോളാർ എക്ലിപ്സ്, ആനുലർ സോളാർ എക്ലിപ്സ്. ചിത്രത്തിൽ കാണുന്നില്ലേ, ഇതാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ്. അത് നടക്കുന്നത് കർത്തവാവിൻ്റെ ദിവസങ്ങളിലായിരിക്കും. ഇനി പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യനെ പാർഷ്യലായിട്ടേ കാണാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇനി ആനുലാർ അല്ലെങ്കിൽ റിംഗ് സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ റിംഗ് ഷേപ്പിലായിരിക്കും. ചന്ദ്രൻ ഭൂമിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, കൂടുന്ന സമയത്താണ് എന്താണ് ഇങ്ങനെ റിംഗ് സോളാർ എക്ലിപ്സ് നമുക്ക് കാണാൻ കഴിയാം. ഇനി എന്താണ് ലൂണാർ എക്ലിപ്സ് എന്നാണ് നോക്കുന്നത്. സണ്ണ്, എർത്ത്, മൂണ്, ഇങ്ങനെ ഇത് 3 സ്ട്രെയിറ്റ് ലൈനിൽ വരാം. സണ്ണിൻ്റെയും മൂണിൻ്റെയും നടുവിൽ എർത്ത് വരുന്ന സമയത്ത് സണ്ണിൽ നിന്ന് വരുന്ന വെളിച്ചം എർത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമല്ലേ കിട്ടുള്ളൂ, മറ്റേ ഭാഗത്ത് എന്തായിരിക്കും, ഇരുട്ടായിരിക്കും. അപ്പം ആ ഇരുട്ടായ നീര് ഭൂമിയിൽ നിന്ന് വരുന്നത് മൂണിലെത്തുന്ന സമയത്ത് എന്താണ്, മൂണിനെ കാണാൻ കഴിയില്ല. ചന്ദ്രൻ എർത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് നോക്കുന്നവർക്ക് എന്താണ്, മൂണിനെ കാണാൻ കഴിയില്ല. ഇതിനാണ് നമ്മുടെ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇനി ചന്ദ്രൻ നീങ്ങുന്നതിനനുസരിച്ച് എന്താണ്, അതിൻ്റെ എക്ലിപ്സിൽ മാറ്റം വരും. അതാണ് ഈ ചിത്രത്തിൽ 3 ഡിഫറെൻറ്റ് പൊസിഷൻ കാണുന്നത്. ഇനി ലൂണാർ എക്ലിപ്സ് നടക്കുന്നത് ഫുൾ മൂൺ ഡേ ആയിരിക്കും. എല്ലാ ഫുൾ മൂൺ ഡേയിലായിരിക്കില്ല ലൂണാർ എക്ലിപ്സ് നടക്കുന്നത്, ചില ഫുൾ മൂൺ ഡേയിലാണ് ലൂണാർ എക്ലിപ്സ് നടക്കുക. ലൂണാർ എക്ലിപ്സ് നടക്കുന്ന സമയത്ത് സണ്ണ്, എർത്ത്, മൂണ് ഇത് 3 സ്ട്രെയിറ്റ് ലൈനിൽ SEM ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇനി സോളാർ എക്ലിപ്സിലാണെങ്കിലോ എർത്തും മൂണ് സണ്ണ് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന സമയത്ത്. ഓക്കെ, ഒബ്സർവിങ് ദ എക്ലിപ്സ് ആണ്. നമുക്ക് സോളാർ എക്ലിപ്സ് ആയാലും ലൂണാർ എക്ലിപ്സ് ആയാലും ഒക്കെ എന്താണ്, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് അത്രയും പ്രയാസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, വി ഒബ്സർവ് ദ സോളാർ എക്ലിപ്സ് ഓൺലി വിത്ത് എഫക്റ്റീവ് സേഫ്ലി പ്രിക്കോഷൻ. നമ്മൾ അതിന് സേഫായിട്ട് പ്രിക്കോഷൻ എടുത്തിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇറ്റ് ഷുഡ് ബി വ്യൂഡ് ഓൺലി ബൈ യൂസിങ് സോളാർ ഫിൽറ്റേഴ്സ് ഓർ യൂസിങ് റിഫ്ലക്ഷൻ ഓർ ദ ട്രാൻസ്മിഷൻ മെത്തേഡ്. ഇങ്ങനെ ഈ മെത്തേഡിലൂടെ അല്ലാതെ നമുക്ക് എന്താണ് കാണാൻ കഴിയില്ല. നമ്മൾ എക്സ്റേ ഒക്കെ ആകാശത്തിലേക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. Viewing a solar eclipse without safety precaution can be damage the eye. നമ്മൾ
നമ്മൾ സേഫായിട്ട് ഈ സോളാർ എക്ലിപ്സ് വ്യൂ ചെയ്തില്ലെങ്കിൽ എന്താണ്, നമ്മുടെ കണ്ണിന് ഡാമേജ് ഉണ്ടാവും. ഇതുപോലെ ഇവിടെ സോളാർ എക്ലിപ്സ് സേഫ് ഒബ്സർവേഷൻ മെത്തേഡ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ടെലസ്കോപ്പ് വെച്ചിട്ട്, അതുപോലെ തന്നെ ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് ഗ്ലാസസ് ഉണ്ട്. ഇങ്ങനെ കുറേ മെത്തേഡ്സ്. ഇത്രയാണ് ഈ ചാപ്റ്റർ.